വേണ്ടി ഒരു പാത്രം എടുത്ത് വെച്ച് കൊടുക്കുക. അതിലോട്ട് നമുക്ക് 1 കപ്പ് മൈദ മാവാണ് വേണ്ടത്. ഗോതമ്പ് മാവിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ തയ്യാറാക്കുന്നത് മൈദ മാവിലാണ്. അപ്പോൾ ഒരു 250 ml ഇതുപോലത്തെ ഒരു കപ്പിലാണ്, ഇഷ്ടമുള്ള അളവിൽ എടുക്കാവുന്നതാണ്. ഇതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്, വറുത്ത അരിപ്പൊടി. അപ്പോൾ 1 കപ്പ് മൈദയ്ക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് കുറഞ്ഞ അളവിൽ പഞ്ചസാരയാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഇത്രയും ചേർക്കുമ്പോൾ തന്നെ ആവശ്യത്തിന് ചെറിയൊരു മധുരമൊക്കെ കിട്ടും. ഓവർ മധുരം ആവുകയാണെങ്കിൽ നമുക്കിത് കഴിക്കാൻ പാടാണ്. കളറിന് ചെറിയൊരു അളവിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കളർ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഒഴിവാക്കാവുന്നതാണ്. ഒരു 2 പിഞ്ചോളം സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇത്രയും ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് റവ ഇച്ചിരി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ നമുക്ക് വെള്ളം കുറേശ്ശെ ഒഴിച്ച് നല്ലതുപോലെ കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മൈദയ്ക്ക് പകരം ഗോതമ്പ് മാവും ചേർക്കാം. അപ്പോഴും 2 ടേബിൾ സ്പൂൺ